ഹായ് ഗൈസ്, നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഈ ജീവജാലങ്ങളായാലും പല സസ്യങ്ങളായാലും പലതരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രകൃതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലൊരു അത്ഭുതമാണ് കോമൺ മോള എന്ന് പറയുന്ന ഒരു ഫിഷ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഈ മത്സ്യം ജനിക്കുമ്പോൾ വെറും 1 ഗ്രാം തൂക്കം മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. നമ്മുടെ കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കടുകുമണിയുടെ വലിപ്പം മാത്രമേ ഈ ഫിഷിനുണ്ടാവുള്ളൂ. ആ ഫിഷാണ് ഇത് വളർന്നു വലുതാവുമ്പോൾ ഏകദേശം 1000 മുതൽ 2300 കിലോ വരെ തൂക്കം വരും. വളരെ അത്ഭുതം തോന്നുന്നൊരു കാര്യമാണത്. 1 ഗ്രാമിൽ നിന്ന് 2300 കിലോ വരെ വളർച്ച ലഭിക്കുന്ന ഒരു മത്സ്യം എന്ന് പറയുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ഫിഷാണ് കോമൺ മോള. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗൈസ്, ഇതിന് വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ വായ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മീനുകളെ പോലെ ബൾക്കിയായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇതിന് സാധിക്കില്ല. ഇതിന് കോമൺ ആയിട്ട് ജെല്ലി ഫിഷിനെയാണ് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെല്ലി ഫിഷിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ ഈ മുള പോലെയുള്ള ഫിഷുകൾ വളരെ അധികം യൂസ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവനോടെ ബാക്കിയുള്ള മീനുകൾ കഴിക്കും ഇതിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ. അതായത് ഇതിന് നീന്താൻ ടൈലില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് നീന്തി പോകുന്നത് തന്നെ. ബാക്കിയുള്ള ഫിഷുകളെ പോലെ ഫാസ്റ്റായിട്ട് ഇതിന് നീന്തിപ്പോകാൻ കഴിയില്ല. വളരെ സ്ലോ സ്വിമ്മറാണ്. അതുകൊണ്ട് ബാക്കിയുള്ള പല ഫിഷുകളും വന്നിട്ട് പല ഭാഗങ്ങളായിട്ട് കടിച്ച് മുറിവേൽപ്പിച്ച് പോകും. ഇതിന് മുഴുവനായിട്ട് കഴിക്കാൻ ഒരു മീനിനും കഴിയില്ല. കാരണം 2000-ന്റെ മുകളിൽ കിലോ വെയിറ്റ് വരുന്ന മീനിനെ പൊതുവെ ബാക്കിയുള്ള മീനുകൾക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് 2-3 കടി ഓരോ ഫിഷുകൾ വന്ന് കഴിച്ച് പല ഭാഗത്ത് മാംസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഫിഷ് വീണ്ടും നീന്തി പോകും. ആ മുറിവേറ്റ ഭാഗം കൊണ്ട് നീന്തി പോകും. അങ്ങനെയുള്ളൊരു കഴിവ് കൂടി ഈ ഫിഷിനുണ്ട്. എത്ര കടി കിട്ടിയാലും അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗായ്സ്, മോളെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.